നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയുടെ പൊന്നു 18-ാം പടിയേ ശരണമയ്യപ്പ. എന്താണ് ശബരിമല ക്ഷേത്രത്തിലെ 18 പടി? കാരണം 18 പടിയും കടന്ന് അവിടെ ഇരുമുടി കെട്ടുമൊക്കെ ഏന്തി 18 പടിയും കടന്ന് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് പുണ്യം കിട്ടുന്നത്. നമ്മളിലുള്ള നമ്മളെ നമ്മൾ തിരിച്ചറിയുന്നത് ശബരിമലയിൽ എത്തുമ്പോഴാണല്ലോ. അപ്പോൾ എന്തായിരിക്കാം ആ 18 പടിയും കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വളരെ സാഹസപ്പെട്ട് കഷ്ടപ്പെട്ട് ആ 6 മല, ഏറ്റവും കഠിനമുള്ള 6 മലകൾ, മൊത്തം 18 മലകൾ കടന്നാണ് ശബരിമലയിൽ എത്തുന്നത്. ശരിക്കും ശബരിമല എന്ന് പറയുന്നത് 18 മല ദൈവങ്ങളുടെ അടിസ്ഥാനമാണ്. അതിലൊരു മലയാണ് ശബരിമല. ആ മലദൈവങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം അയ്യപ്പസ്വാമിക്കുണ്ട്. അപ്പൊ ഇതില് പറഞ്ഞു കേട്ടിരിക്കുന്ന അറിവ് വെച്ച് നമുക്കറിയാവുന്ന അറിവുകളൊന്ന് പങ്കുവയ്ക്കുകയാണ്. ശബരിമലയ്ക്ക് പോകാൻ ഈ മണ്ഡലകാലത്ത് മണ്ഡലവ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്നവർ ഓരോ പടിയും ചവിട്ടുമ്പോൾ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ ഏറ്റവും, കാരണം ശബരിമലയിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് പടിപൂജ എന്നുള്ളത്. അത്രയും കുറച്ച് പൈസ ചെലവുള്ളതുമായ ആ പൂജ ചെയ്യുന്നത്, ആ പടിപൂജയുടെയൊക്കെ അർത്ഥം എന്താണ് എന്നൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതില് യോദ്ധാവായിരുന്നു, യുവരാജാവായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമി തന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട് തന്നിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും 18 അടവുകൾ അല്ലെങ്കിൽ 18 ആയുധങ്ങളും ഓരോ പടിയിലായി സമർപ്പിച്ചിട്ടാണ് വെറും നിരായുധനായിട്ടാണ് മുകളിലേക്ക് ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയത്. ആ ആയുധങ്ങളൊക്കെ പൂജിക്കുന്ന ഒരു പൂജയാണ് പടിപൂജ എന്ന് പറയുന്നത്. ഭഗവാന്റെ ആയുധങ്ങളെല്ലാം പൂജിക്കുന്ന പൂജയാണ് പടിപൂജ എന്നൊരു വിശ്വാസമുണ്ട്. അതൊരു വിശ്വാസമാണ്. 18 മലദൈവങ്ങളുടെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് അയ്യപ്പസ്വാമി അവിടെ ഇരിക്കുന്നത്. 18 മലകളുണ്ട്. ആ മലകളിൽ ഒന്നാണ് ശബരിമല. അപ്പൊ ആ 18 മലദേവങ്ങളെയും പൂജിക്കുന്നതിന് തുല്യമാണ് ഈ 18 പടികളും പൂജിക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ 18 പടികളിലും പൂജ ചെയ്യുന്നത് ഒരു വളരെ വിശേഷമുള്ള ഒരു ചടങ്ങാണ്. 18 ദേവതകളെ ആചരിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ഒരു വിശ്വാസമുള്ളത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളായ, പഞ്ചേന്ദ്രിയം എന്ന് പറയുമ്പോൾ 5 ഇന്ദ്രിയങ്ങൾ, ആ 5 ഇന്ദ്രിയങ്ങളെയും പിന്നെ നമ്മളുടെ എല്ലാ അഷ്ടരാഗങ്ങൾ, അഷ്ടമോഹങ്ങൾ എന്നാ പറയുക. അഷ്ടമോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ മോഹങ്ങളാണ് ഉള്ളത്. ശരിക്കും നമുക്ക് പറഞ്ഞാൽ കാമം എന്ന് പറയുന്നൊരു വികാരമുണ്ട്. എല്ലാം നമുക്ക് കിട്ടണം എന്നൊരാഗ്രഹം. ക്രോധം, എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം. കാമ, ക്രോധ, ലോഭം, മറ്റുള്ളവർക്കുള്ളതെല്ലാം ഒരാൾക്ക് ഇന്നത് കണ്ടാൽ അതെനിക്ക് എങ്ങനെ തട്ടിയെടുക്കാം എന്നുള്ള ഒരാഗ്രഹം, ദുരാഗ്രഹം പോലെയാണ്. കാമ, ക്രോധ, ലോഭ, മോഹം. മോഹം എന്ന് പറഞ്ഞാൽ എല്ലാം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം. മറ്റേത് തട്ടിപ്പറിച്ചെടുക്കണം എന്നുള്ള, എനിക്ക് മാത്രമേ ഉണ്ടാകാവുള്ളൂ എന്നുള്ള ആഗ്രഹം. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. മതം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇന്നതെനിക്ക് ആയേ പറ്റൂ, അതിനിപ്പോ ആരെ കൊന്നിട്ടായാലും വേണ്ടിയില്ല, ഇതെല്ലാം എൻ്റെയാണ്, എനിക്ക് മാത്രം എന്നുള്ള ആ ഒരു ദുഷ്ചിന്തയാണ്. അത് മതം. നമ്മുടെ ആഗ്രഹം എത്ര ഇതാണെങ്കിലും അത് അടക്കാനാവാത്ത ആഗ്രഹമുണ്ട്. ഇത് മനസ്സിലിങ്ങനെ കിടന്നിട്ട് എനിക്ക് ഇന്നതാവണം, എനിക്ക് കോടീശ്വരനാവണം, ആരെ കൊന്നിട്ടായാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തണം എന്നുള്ള ഒരു ദുരാഗ്രഹത്തിന്റെ പരമോന്നത തലം മതം. പിന്നെയോ ഡംഭ്, ഗർവ്, അഹങ്കാരം. ഞാനാണ്, എന്നെക്കുറിച്ച് ആരും ഇല്ല ലോകത്തിൽ, എൻ്റെ അത്രയും കഴിവ്, എൻ്റെ അത്ര ബുദ്ധി, എന്നെ പോലെ
ഇത് നമ്മുടെ കഴിവും നമ്മുടെ അറിവും ഒക്കെ മറ്റുള്ളവർ പറയുമ്പോഴാണ് നല്ല അറിവുള്ള ആളാണ് കേട്ടോ, ജ്ഞാനിയാണ് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് നല്ല കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് കഴിവുണ്ടാവുക. നമ്മൾ തന്നെ നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ലവരും അത് അംഗീകരിക്കണ്ടേ? അംഗീകരിക്കപ്പെടാത്ത ഒന്നിനും ഒരു മൂല്യവുമില്ല. അപ്പം നമ്മൾ ഡംബെന്ന് പറഞ്ഞത് ഒരു ഗർവ്, അതുപോലെ തന്നെ അസൂയ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാണുമ്പോൾ എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെയും നശിച്ചു പോയാൽ മതിയായിരുന്നു. അതായത് എൻ്റെ 2 കണ്ണ് പൊട്ടിയാലും ശരി, എൻ്റെ നാത്തുവിൻ്റെ 1 കണ്ണെങ്കിലും ഒന്ന് പൊട്ടണേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയില്ലേ, മറ്റുള്ളവർക്ക് നാശം വരണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ശത്രു എങ്ങനെയൊന്നും നശിച്ചു കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണെന്ന് ചിലപ്പോൾ മനസ്സിലാവാതിരിക്കുന്ന അങ്ങനെയുള്ള അഷ്ടരാഗങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള്, പിന്നെയോ നമ്മളുടെ അവസാനം ഇത് ആദ്യത്തെ 5 പടി എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളാണ്. പിന്നെ നമ്മുടെ അഷ്ടരാഗങ്ങളാണ്. പിന്നെ പറയുന്നു നമ്മളുടെ 3 ശക്തികളാണ്. എല്ലാവരിലുമുള്ള ഗുണം. ചിലരിലൊക്കെ സത്വഗുണമാണ്, നല്ല ഗുണമാണ്. സാത്വികമായ ഇങ്ങനെ പച്ചക്കറി മാത്രം കഴിക്കുന്ന വളരെ സാത്വികമായ സ്വഭാവ ഗുണമുള്ളവരുണ്ട്. ചിലര് രജസ് ഉള്ളവരുണ്ട്. 2 കൂടെ ചേർന്നിട്ട് കുറച്ച് നോൺ വെജും കഴിക്കും, കുറച്ച് പച്ചക്കറിയും കഴിക്കും. 2 സ്വഭാവമുള്ളവരുണ്ട്. പിന്നെ തമോ ഗുണമുള്ളവർ, എല്ലാം മൃഗങ്ങളുടെ സ്വഭാവമുള്ളവര്, കാട്ടുമൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ടുള്ള എല്ലാ അങ്ങനെയുള്ള 3 ഗുണങ്ങളെയും, രജസ്, തമസ്, സാത്വികമായ 3 ഗുണങ്ങളെയും, പിന്നെ 17-ാം പടി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വിദ്യയും അവിദ്യയുമാണ്. സാത്വികമായിട്ട് നമുക്ക് എന്നെന്നും നിലനിൽക്കേണ്ടതാണ് വിദ്യ. ആ വിദ്യ നമുക്ക് അറിവാണ്. ആ ഏറ്റവും ഒരാൾക്ക് അത്യാവശ്യം വേണ്ട അറിവ്. അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യയുടെ പ്രായോഗിക തലം. ഒരു അറിവുള്ള ഒരാൾ ആ അറിവ് എങ്ങനെ പ്രയോഗിക്കണം, അത് മോശമായി പ്രയോഗിച്ചാൽ ആ വിദ്യ കൊണ്ട് അവന് ഒരു അറിവുമില്ല. അങ്ങനെയാണ്. അതായത് തനിക്കുള്ള കഴിവുകൾ, തന്നിലുള്ള സർഗീയ കഴിവുകൾ പ്രയോഗിക്കുവാനുള്ള കഴിവ് വിദ്യയും അവിദ്യയുമാണെന്നും ഒരു 18 പടികളും അതാണെന്നൊരു അഭിമതമുണ്ട്. പിന്നെ ചിലര് പറയുന്നു ഈ നമ്മുടെ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൂടാതെ മനുഷ്യന്റെ ചക്രങ്ങളുണ്ടല്ലോ. ഓരോ മനുഷ്യ ശരീരത്തിലും 7 ചക്രങ്ങളാണ് ഉള്ളത്. മൂലാധാരം എന്ന് പറയുന്ന മൂലാധാര ചക്രമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട്, അത് നട്ടെല്ലിൻ്റെ അടിയിലുള്ള നമ്മൾ ധ്യാനിക്കുമ്പോഴൊക്കെ ഇരിക്കുന്ന മൂലാധാര ചക്രം മനുഷ്യ ശരീരത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന. അതുകൊണ്ടാണ് ശമ്പരം പടിഞ്ഞിരുന്ന് അല്ലെങ്കിൽ നിലത്തിരുന്ന് നമ്മൾ ധ്യാനിക്കണം, നമ്മളെ തിരിച്ചറിയണം എന്ന് പറയുന്ന അത് മൂലാധാരം എന്നാണ് പറയുക. മൂലാധാര ചക്രമുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി ഉയർന്ന പടിയിലേക്ക് പോന്നു കഴിഞ്ഞാൽ ആ പൊക്കിളിൻ്റെ അടുത്തായിട്ട് സ്വാധിഷ്ഠാന ചക്രം എന്നാണ് പറയുക. സ്വാധിഷ്ഠാന ചക്രം അല്ലെങ്കിൽ മണിപൂരക ചക്രം എന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഉയർത്തി ചെല്ലുമ്പോൾ നാഭിയിലായിട്ടൊരു ചക്രമുണ്ട്. ആ നാഭി ചക്രമുണ്ട്. അത് വിശുദ്ധി ചക്രമാണ്. പിന്നെ ഹൃദയ ചക്രമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഹൃദയ ചക്രം എന്ന് പറയുന്നത് വിശാലതയാണ്, എല്ലാത്തിനെയും നോക്കി കാണാനുള്ള ഒരു കഴിവ്. കുറച്ചും കൂടി അതിൻ്റെയും കൂടെ ഉയർന്ന തലത്തിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആജ്ഞാചക്രമാണ്. ആജ്ഞ കൊടുക്കാനുള്ള ഈ തൊണ്ടയിലുള്ള രാഗങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ചക്രങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് 6-ാമത്തെ ചക്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ നെറ്റിയിലുള്ള ചക്രം, കമാൻഡിങ് ചക്രം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ അതാണ് ശരിക്കും ആജ്ഞാചക്രം. എന്തിനേയും മനസ്സിലാക്കാനുള്ള കഴിവ്, തിരിച്ചറിവിനുള്ള കഴിവ്. പിന്നെ ലാസ്റ്റ് കിരീടചക്രം എന്ന് പറയുന്ന ആ കിരീടചക്രം സഹസ്രാരത്തിലെ. അപ്പൊ സഹസ്രാരത്തിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്ക് എത്തുന്നുണ്ട് കുണ്ടലിനി ശക്തി. ഇങ്ങനെ മൂലാധാരത്തിൽ കൂടി വന്ന് ആജ്ഞാചക്രത്തിലേക്ക്, ഇവിടുത്തെ ആ തൃക്കണ്ണിൻ്റെ 3-ാമത് ഈ തിരുനെറ്റിയിലെ
അവിടേക്ക് വരുന്ന ഒരു പവറുണ്ട്. അത് നിർവ്വാണാവസ്ഥ. ഇവിടെയൊക്കെ ഈ ശിരസിലൊക്കെ ഉള്ളത് സഹസ്രാരത്തിലേക്ക് നമ്മളുടെ സർഗീയ ശക്തികളെ ഇങ്ങനെ കയറ്റി വേട്ടിട്ട് നിർവ്വാണാവസ്ഥ. ശരിക്കും ബുദ്ധനൊക്കെ ഇത് കിട്ടിയ ശരിക്കും ബൗദ്ധികമായ ഒരു അറിവ്, ജ്ഞാനം, ഉദയം കിട്ടിയ ഒരു കഴിവാണ്. അപ്പം നമ്മളെ തിരിച്ചറിയാൻ ഓരോ മനുഷ്യനിലുമുള്ള അവരുടെ ചക്രങ്ങളെ ഉണർത്തുക എന്നാ പറയുക. അതിനു വേണ്ടി യോഗവും ധ്യാനവും പരിശീലനവും ഒക്കെ ചെയ്യുക. അതൊക്കെ വയസ്സാകുമ്പോൾ ചെയ്യണമല്ലോ. ഒരു കുട്ടി നാമം ജപിക്കുമ്പോൾ തന്നെ ആ നാമം ജപിച്ച് ഓരോ തലത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു ദേഷ്യം വരുമ്പോൾ 10 മിനിറ്റ് അല്ലെ ഒരു 5 മിനിറ്റ് നാമം ചൊല്ലിക്കൊണ്ട് വെറുതെ ഒന്നിരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഞാൻ ദേഷ്യപ്പെട്ടതൊക്കെ വെറുതെ ആണല്ലോ. കണ്ടോ എത്ര ശാന്തതയാണ് ആ ധ്യാനത്തിലിരിക്കുന്ന ആ ഓരോ ചക്രങ്ങളും വികസിക്കുന്ന ആ ഒരു കഴിവിലേക്ക് എത്തി അവസാനം നമ്മുടെ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ മാറി സ്വാത്വിക ഗുണത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് കിട്ടിയ അറിവുകൾ വേണ്ട രീതിയിൽ പ്രയോഗിക്കുകയും നമ്മളെ, അതായത് ഞാനും ദൈവവും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ്, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്, മറ്റൊരാൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ആരാണ്? ആ ആൾ നമ്മളോടൊപ്പം തന്നെയുള്ള ആളാണ്, അത് നമ്മളിൽ തന്നെയുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് നന്മകൾ മാത്രം ചെയ്യാൻ കഴിയണം. നമ്മളെ കണ്ടെത്തി നമ്മളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഊർജം നേടാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് 18 പടികളും. ഓരോ പടികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ പടിയും നമുക്ക് ആധ്യാത്മിക വളർച്ച നൽകുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലെയും തത്വങ്ങൾ ഓരോന്നാണ്. എല്ലാ തത്വങ്ങളും മനുഷ്യൻ്റെ നന്മ, എന്നെ ഞാൻ കണ്ടെത്താനാണ്. അതാണ് അദ്വൈതം എന്നുള്ളതിലെ ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ തന്നെയുണ്ട്. അതിനെ വളർത്തേണ്ടത്, അത് തിരിച്ചറിയേണ്ടത് നമ്മളാണെന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ആ പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു അവബോധം എല്ലാവരിലും ഉണ്ടായിത്തീരട്ടെ. ഒരു പിഞ്ചു കുഞ്ഞിനെ ഒന്നും അറിയാത്ത പ്രായത്തിൽ ശബരിമലയ്ക്ക് പോയാലും അവൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരേ ഒരു അനുഭവം 18-ാം പടി കയറിയതാവും. എരുമയിൽ പേട്ട തുള്ളിയതും ഒക്കെ ഓർമ്മയിൽ ഉണ്ടാവുമെങ്കിലും ആ ദിവ്യമായ 18 പടികൾ അവൻ്റെ മനസ്സിൽ നിന്നും മാറില്ല. ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ 1-ാമത്തെ പടിയിലാണ് നാളികേരം മുടയ്ക്കുന്നത്. അതായത് അങ്ങനെ ഓരോ പടിയിൽ തൊട്ട് ചവിട്ടി കയറുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ട്. അങ്ങനെ 18 പ്രാവശ്യം പോയി കഴിയുമ്പോൾ പിന്നെ തൈത്തേങ്ങയാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ശബരിമലയിൽ പോയി 18-ാം പടിയിൽ സ്പർശിച്ച് ദർശന ഭാഗ്യമുണ്ടാവാൻ, പടിപൂജ കാണുവാൻ, അവിടുത്തെ എല്ലാ തത്വങ്ങളും അറിയുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. 3 പ്രാവശ്യം ശബരിമലയിൽ പോകാൻ, ബാല്യത്തിൽ 1 പ്രാവശ്യം, പിന്നെ 2 പ്രാവശ്യം പ്രായമായതിനു ശേഷം, വയസ്സായതിനു ശേഷം 2 പ്രാവശ്യം പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ഭഗവാനോട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഒരവസരം കൂടി കിട്ടിയാൽ ശബരിമലയ്ക്ക് പോകാനും ആ പൊന്നമ്പല മേട്ടിലും ആ പടിയെല്ലാം കയറി പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പോകുന്ന എല്ലാവർക്കും 18-ാം പടിയുടെയും അയ്യപ്പസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. പൊന്നമ്പലവാസനേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ മാതാവേ ശരണമയ്യപ്പ. 1-ാം തൃപ്പടി ശരണം പൊന്നയ്യപ്പ. അയ്യനെ പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ. അങ്ങനെ 1-ാം തൃപ്പടി മുതൽ 18-ാം തൃപ്പടി ശരണം പൊന്നയ്യപ്പ. അയ്യനെ പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ. ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പ.